വെൽക്കം മിഷൻ ഹിന്ദി. എല്ലാവർക്കും മിഷൻ ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പ്രോനൗണും അതിൻ്റെ മീനിങ്ങുമാണ്. പ്രോനൗണിന് ഹിന്ദിയിൽ പറയുന്നത് സർവനാം എന്നാണ്. സർവനാം ആൻഡ് അർത്ഥം. സർവനാമങ്ങളും അർത്ഥവുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മേം ഞാൻ, മേം ഞാൻ. ഹം ഞങ്ങൾ, ഹം ഞങ്ങൾ. തൂ നീ, തൂ നീ. വേ അവർ അവ അദ്ദേഹം ആ. വേ അവർ അവ അദ്ദേഹം ആ. ഇതിലേത് വേണമെങ്കിലും നമുക്ക് സന്ദർഭം അനുസരിച്ച് ഉപയോഗിക്കാം. ഏ ഇവർ ഇവ ഇദ്ദേഹം ഈ. ഏ ഇവർ ഇവ ഇദ്ദേഹം ഈ. യഹ ഇവൻ ഇവൾ ഇത് ഈ. യഹ ഇവൻ ഇവൾ ഇത് ഈ. വഹ് അവൻ അവൾ അത് ആ. വഹ് അവൻ അവൾ അത് ആ. ആപ് താങ്കൾ അദ്ദേഹം. ആപ് താങ്കൾ അദ്ദേഹം. കോൻ കോൻ ആരെല്ലാം ഏതെല്ലാം. കോൻ കോൻ ആരെല്ലാം ഏതെല്ലാം. കോൻ ആര് ഏത്. കോൻ ആര് ഏത്. കോയി ആരും ആരോ ഏതും ഏതോ ഒന്നും. ഇത്രയും അർത്ഥങ്ങളുണ്ട്. കോയി ആരും ആരോ ഏതും ഏതോ ഒന്നും. കുച്ച് കുറച്ച് അല്പം. കുച്ച് കുറച്ച് അല്പം. മേ ഇൽ ഉള്ളിൽ. മേ ഇൽ ഉള്ളിൽ. ഘർമേം എന്ന് പറഞ്ഞാൽ വീട്ടിൽ, വീട്ടിനുള്ളിൽ, വീട്ടിനകത്ത് എന്നീ അർത്ഥങ്ങൾ വരും. പർ മേൽ പുറത്ത്. പർ മേൽ പുറത്ത്. മേസ് പർ മേശപ്പുറത്ത് അല്ലെങ്കിൽ മേശമേൽ. ഈ മേസ് എന്ന് പറയുന്നത് ജായുടെ അടിയിൽ കുത്തു വന്നാൽ നമ്മൾ ഷ എന്നാണ് പ്രൊണൗൺസിയേഷൻ. കാ കേ കി ഇൻ്റെ ഉടെ ഉള്ള ലേ ഇത്തെ. ഇത്രയും അർത്ഥങ്ങളുണ്ട്. കാ കേ കി ഇൻ്റെ ഉടെ ഉള്ള ലേ ഇത്തെ. ഇത്രയും അർത്ഥങ്ങളാണ് വരുന്നത്. ഇത് സന്ദർഭം അനുസരിച്ചാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇതിനു മുൻപ് പറഞ്ഞ മേം പർ കാ കേ കി ഇവയെല്ലാം പ്രത്യയങ്ങളാണ്. ഈ കാ കേ കിയുടെ ഉപയോഗം പ്രത്യയത്തിന് ശേഷം വരുന്ന വാക്ക് പുല്ലിംഗ ഏകവചനമാണെങ്കിൽ കാ എന്നും, പുല്ലിംഗം ബഹുവചനത്തിൽ ആണെങ്കിൽ കെ എന്നും, സ്ത്രീലിംഗത്തിലാണെങ്കിൽ കി എന്നും ഉപയോഗിക്കണം. എക്സാമ്പിൾ രാം കാ ഘർ രാമൻ്റെ വീട്. രമാക്കി കലം ഇപ്പം സ്ത്രീലിംഗമായോണ്ട് രമയുടെ പേന കീ വന്നു. ക്ലാസ്സിലെ കുട്ടികൾ ദർജെ കെ ലട്കെ. കെ വന്നത് ബഹുവചനമായോണ്ടാണ്. ഇങ്ങനെ സന്ദർഭം അനുസരിച്ചാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇന്ന് പഠിച്ച ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ നന്നായി ആവർത്തിച്ച് വായിച്ച് പഠിക്കണം. ഇന്നത്തെ ക്ലാസ് ഇത്രയും ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത ക്ലാസ്സുമായി ഞാൻ വരാം. ബൈ.